ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മീൽ പ്ലാനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീൽ പ്ലാനിങ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയൊക്കെ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഞാനൊക്കെ ആദ്യം യൂട്യൂബിൽ ഇതുപോലെ മീൽ പ്ലാനിങ് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞാനും മീൽ പ്ലാനിങ് ഒക്കെ തുടങ്ങിയത്. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കുറേ അതിനെപ്പറ്റി എന്താ പറയുക, മീൽ പ്ലാനിങ് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് ഞാൻ മീൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് അതിന് വീഡിയോ റെക്കോർഡ് ചെയ്യുക, പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ മീൽ പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ എന്താണ്, നമുക്ക് നേരെ അതെടുത്തിട്ട് കുക്ക് ചെയ്താൽ മതി. അതല്ലാതെ രാവിലെ എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ എത്തിയിട്ട് ഇന്ന് എന്ത് കുക്ക് ചെയ്യും, എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ കുറേ ടൈം പോവും, കൺഫ്യൂഷൻ ആവും. ഇതാവുമ്പം നേരെ നമ്മൾ മീൽ പ്ലാൻ ഒരു വീക്കിലേക്കുള്ളത് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ആ നമ്മൾ തയ്യാറാക്കിയ മീൽ പ്ലാനിങ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കടലയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുതിർത്ത് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മറക്കാതെ ചെയ്യാൻ പറ്റും. പിന്നെന്താ, അങ്ങനെ നമുക്ക് ഭയങ്കര ഈസി ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മീൽ പ്ലാനിങ്. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് രാവിലെ എണീറ്റ് പോയിട്ട് എന്തൊക്കെ ഫ്രിഡ്ജിലുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയാണ്. ഇതാകുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ച് പിന്നെ വെജിറ്റബിൾസും ആദ്യം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീറ്റാൽ നേരെ നമുക്കത് എടുക്കുക, ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സമയം ഒരുപാട് ലാഭമാണ്. അതുപോലെ പച്ചക്കറികളുടെ വേസ്റ്റ് ആവുന്നത് നമുക്ക് നന്നായിട്ട് ഒഴിവാക്കാൻ പറ്റും. എനിക്ക് ഈ മീൽ പ്ലാനിങ് മുന്നേ കട്ട് ചെയ്ത് എടുക്കുന്നതിനൊക്കെ മുന്നേ ഇഷ്ടംപോലെ പച്ചക്കറികൾ വലിച്ച് ചാടേണ്ടി വന്നിട്ടുണ്ട്. വീക്കിലി വൺസാണ് ഇതൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു ദിവസം ഈ പച്ചക്കറികൾക്ക് നുറുക്കി വെക്കാൻ എടുക്കുന്ന ആ ഒരു ദിവസം മാത്രമേ കുറച്ച് അധികം നേരത്തെ പണിയുള്ളൂ. ആ ഒരു ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ആ ഒരാഴ്ച നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടും. ചിലപ്പം വെജിറ്റബിൾസൊക്കെ വാങ്ങി വെച്ചതിന് ശേഷമായിരിക്കും പ്ലാൻ ചെയ്യുക. ചില വീക്കിൽ എന്തൊക്കെയാണോ ഫ്രിഡ്ജിലുള്ളത് അതനുസരിച്ച് മീൽ പ്ലാനിങ് തയ്യാറാക്കും. ചില സമയത്ത് വെജിറ്റബിൾസൊക്കെ വാങ്ങി വന്നതിന് ശേഷം അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും എന്താണ് ഈ വീക്കിലേക്ക് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മീൽ പ്ലാനിങ് ആയിട്ട് എഴുതി വയ്ക്കാൻ പോകുന്നത്. അതൊക്കെ ഓരോ ആഴ്ചയിലെ കാര്യത്തിനനുസരിച്ചായിരിക്കും ഇരിക്കുക. ചിലപ്പോൾ പച്ചക്കറി വാങ്ങിയതിന് ശേഷം മീൽ പ്ലാനിങ് തയ്യാറാക്കും. ചിലപ്പം ഫ്രിഡ്ജിൽ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് മീൽ പ്ലാനിങ് തയ്യാറാക്കും. മീൽ പ്ലാനിങ് തയ്യാറാക്കാനും സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ പകൽ ഫ്രീ ടൈമിലോ കിട്ടുന്ന സമയത്ത് ഒരു സൺഡേയോ അല്ലെങ്കിൽ ഫ്രൈഡേയോ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രീ ടൈമിൽ നമ്മളൊരു ബുക്കും പെന്നും എടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഈ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാൻ മടിയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനും കിട്ടും. ഓൺലൈനായിട്ട് വാങ്ങുന്നതാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി വെക്കുന്ന ഒരു മീൽ പ്ലാനിങ്ങിലൂടെ ആണെങ്കിലും കാര്യം എന്തായാലും നമ്മൾ രാവിലത്തെയും ഉച്ചത്തെയും രാത്രിത്തെയൊക്കെ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തൊക്കെ തയ്യാറാക്കണം ഭക്ഷണത്തിന് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ് മീൽ പ്ലാനിങ്. ഈ വീക്കിലേക്കുള്ള മീൽ പ്ലാനിങ് ഞാൻ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇപ്രാവശ്യത്തെ മീൽ പ്ലാനിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങുകയൊന്നും ചെയ്തതല്ല. അവിടെ ഒരു പഴയ ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ ഞാൻ തന്നെ കോളമൊക്കെ വരച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു മീൽ പ്ലാനിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീക്കിലി മീൽ പ്ലാൻ എന്നുള്ള കാര്യം ഓരോ വീക്കിലും ചേഞ്ച് ആവട്ടോ. ഈ വീക്കിലേക്ക് എഴുതിയ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറും. നമ്മൾ ഈ വീക്കിൽ ഇതിപ്പം ഉപ്പേരിക്ക് ക്യാബേജ്, പയർ, ക്യാരറ്റ് ഇതൊക്കെ ആണെങ്കിൽ അടുത്ത വീക്കിലേക്ക് വരുമ്പം ചെറുപയർ ഉപ്പേരി, മമ്പയറിൻ്റെ ഉപ്പേരി, കടല ഉപ്പേരി ഇങ്ങനെയാവും. അപ്പം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എല്ലാ മൺഡേയ്സും ഒന്ന് തന്നെ ആയിരിക്കില്ല, എല്ലാ ട്യൂസ്ഡേയ്സും ഒന്ന് തന്നെ ആയിരിക്കില്ല. അപ്പം ഓരോ വീക്കിലേക്കും മീൽ പ്ലാനിങ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. തിങ്കളാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എഴുതുന്നത് പുട്ടും ഗ്രീൻ പീസ് കറിയും. തിങ്കളാഴ്ച തന്നെ ലഞ്ചിന് വേണ്ടി എഴുതുന്നത് വെള്ളരിക്കേൻ്റെ കറിയും ക്യാരറ്റ് ഉപ്പേരിയും. തിങ്കളാഴ്ച ഡിന്നറിന് ദോശയും ചട്നിയും. ചൊവ്വാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും. രാവിലെ വെക്കുന്ന സാമ്പാർ കുറച്ചധികം വെക്കും, എന്നിട്ട് അതേ സാമ്പാർ തന്നെയാണ് ചൊവ്വാഴ്ച ലഞ്ചിന് വേണ്ടി എടുക്കുന്നത്. അപ്പം ചൊവ്വാഴ്ച സാമ്പാറും ബീറ്റ്റൂട്ട് ഉപ്പേരി ലഞ്ചിന്.
അന്നത്തെ ദിവസം രാത്രി ചപ്പാത്തിയും ചെറുപയറിൻ്റെ കറിയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ബുധനാഴ്ച രാവിലെ ദോശയും ചമ്മന്തിയും. ബുധനാഴ്ച ഉച്ചയ്ക്ക് മത്തനും മമ്പയറും കൂടെ ഒരു എരിശ്ശേരി പോലെ കൂട്ടാനും പയറുപ്പേരിയാണ് വയ്ക്കാൻ വിചാരിക്കുന്നത്. ബുധനാഴ്ച ഡിന്നറിന് വെള്ളയപ്പവും കടലക്കറിയും. ഇനി വ്യാഴാഴ്ച ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. പുട്ടും കപ്പയും ചെറുപയറും കൂടെയുള്ള കറിയും. അന്ന് ഉച്ചയ്ക്ക് ഇളവൻ അല്ലെങ്കിൽ കുമ്പളം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു മോരൊഴിച്ച കറിയും വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരിയും. വ്യാഴാഴ്ച രാത്രി ദോശയും ചമ്മന്തിയാണ് എഴുതുന്നത്. ചമ്മന്തി എന്ന് പറയുന്നത് ഓരോ തവണ ഇച്ചിരി ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുള്ള ഓരോ പ്രാവശ്യം ഓരോ തരത്തിലുള്ള ചമ്മന്തി ആയിരിക്കും ഉണ്ടാക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഇഡ്ഡലിയും സാമ്പാറും. ലഞ്ചിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ വെച്ച സാമ്പാർ കുറച്ചധികം വയ്ക്കും. ആ സാമ്പാറും ക്യാബേജിൻ്റെ ഉപ്പേരിയും. അന്ന് രാത്രി, അതായത് വെള്ളിയാഴ്ച രാത്രി ഉപ്മാവും വെജിറ്റബിൾ സ്റ്റൂ ആണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉപ്മാവ് വലിയ ഇഷ്ടമല്ല, വല്ലപ്പോഴും മാത്രമേ വയ്ക്കാറുള്ളൂ. ശനിയാഴ്ച രാവിലെ ദോശയും വെള്ളക്കടലേൻ്റെ കറിയും. ഉച്ചയ്ക്ക് ചേനേൻ്റെ ഒരു കാളൻ പോലെ വയ്ക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ കാളനും ബീൻസിൻ്റെ ഉപ്പേരിയും. അന്ന് രാത്രി വെള്ളയപ്പവും രാവിലെ വെച്ച വെള്ളക്കടല തന്നെ ബാക്കി ഉണ്ടാവും. ആ കറിയും ആണ് രാത്രിത്തേക്ക് ഉണ്ടാവുക. വെള്ളയപ്പവും വെള്ളക്കടലേൻ്റെ കറിയും. ഇനി ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ രാവിലെ ചപ്പാത്തിയും പനീർ ബട്ടർ മസാല. പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ അഥവാ ടൈം കിട്ടിയില്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കും. ചപ്പാത്തി പൊതുവെ രാത്രിയാണ് ഉണ്ടാക്കാറുള്ളത്. വല്ലപ്പോഴും മാത്രം രാവിലെ ടൈം കിട്ടുകയാണെങ്കിൽ മാത്രം രാവിലെ ഉണ്ടാക്കും. സൺഡേ ഉച്ചയ്ക്ക് മത്തൻ്റെ ഒരു എരിശ്ശേരി പോലുള്ള കൂട്ടാനും വഴുതനങ്ങേൻ്റെ ഉപ്പേരിയും. ഞായറാഴ്ച രാത്രി ഇഡ്ഡലിയും ചട്നിയും. ഇത്രയാണ് ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാന്.